ഞാൻ പഠിച്ച സ്കൂളിൽ ഒരൊറ്റ ടീച്ചർമാർക്ക് എന്നെ അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കൾ അവിടെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. അവിടുത്തെ PTA പ്രസിഡൻ്റായിട്ട് കഴിഞ്ഞ പ്രാവശ്യം PTA പ്രസിഡൻ്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റ് മാത്രം പോരാ, ആർട്ട് കുട്ടികളെ എന്തെങ്കിലും PTA പ്രസിഡൻ്റ് ആയതുകൊണ്ട് കുട്ടികളവിടെ പഠിപ്പിക്കണമെന്ന്. അപ്പം ഉള്ളിലൊരു ഭയം. കാരണം 1 മുതൽ 5 വരെയാണ്. അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ പ്രത്യേകിച്ച് അത് മാത്രമല്ല, സെലക്ട് ചെയ്തിട്ടല്ല ഞാൻ പഠിപ്പിക്കുന്നത്. സാധാരണ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെയല്ല നമ്മൾ പഠിപ്പിക്കാൻ. ഓരോ ക്ലാസ്സിൽ നിന്നും ആർക്കാണ് ആർട്ട് ഇഷ്ടമുള്ളത് അവർ വരും എന്ന് പറഞ്ഞാൽ പഠിക്കും. ഇതങ്ങനെയല്ല, ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും പഠിപ്പിക്കും. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവനുണ്ടാവും, ഇല്ലാത്തവനും ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഉള്ളവൻ വരക്കും, അല്ലാത്തവൻ മറ്റേ തോണ്ടും, ഈ വരക്കണവനെ തോണ്ടും. അങ്ങനെ എൻ്റെ ലഞ്ചിങ് ടൈം എൻ്റെ മക്കൾക്ക് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ചയും 12 മണി വരെ മുതൽ 1 മണി വരെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചു. 1 ഇയർ അങ്ങനെ പഠിപ്പിച്ചു. അതിൽ നിന്നും സാറിങ്ങനെ അരിച്ചെടുത്തിട്ട് കുറച്ച് ആളുകളെ ഉണ്ടാക്കിയല്ലേ എന്ന പോലെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കുട്ടികളെ ഇങ്ങനെ അരിച്ചെടുത്ത് 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവർക്കൊരു എക്സിബിഷൻ നടത്തി. അതിൻ്റെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ നടത്തി. അപ്പോൾ അവർക്ക് ഭയങ്കര ആത്മവിശ്വാസമായി. അവരിങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു, സാറ് ക്ലാസ് വെച്ചോ, ഞങ്ങൾ വരാം. ഓക്കെ. ഈ തന്ത്രം പഠിച്ചത് ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ്. ഗുരു ആദ്യം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു, പിന്നെ അവരിൽ നിന്നാണ് ഇത്രയും കുട്ടികൾ, ഇപ്പോൾ ഒരു 25 കുട്ടികളായിട്ടുണ്ട്. പക്ഷേ പിള്ളേർക്കാണെങ്കിലും പഴയ പോലെയല്ല. ഡാൻസ് പഠിക്കണം, പാട്ട് പഠിക്കണം, ഇതിൻ്റെ ഇടയിൽ ആർട്ട് പഠിക്കണം. വരാൻ പറ്റുന്നില്ല. ഓൺലൈനിലാവുമ്പോൾ പ്രശ്നമില്ല, സാറെ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാമല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അത് ഓൺലൈനിലേക്ക് മാറ്റാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ട്. ഇനി അവിടെ തന്നെ വർഷം കൂടെ പഠിപ്പിക്കും, കുറച്ച് കുട്ടികളെ അവിടെ നിന്ന് എടുക്കും, എന്നിട്ട് ഓൺലൈനിലാക്കണം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.